ഹായ്, ഞങ്ങളിന്ന് ബീഫിൻ്റെ ചാപ്സ് ഉണ്ടാക്കാനായിട്ട് ബീഫ് വാങ്ങാനായിട്ട് വന്നിരിക്കട്ടോ. വാടാനപ്പള്ളിയിലുള്ളൊരു ഷോപ്പിലേക്ക് വന്നിരിക്കുകയാണ്. ഓക്കെ, ഷോപ്പെത്തി. ചേട്ടാ, ഒരു 2 കിലോ ബീഫ് ഈ കുറവൊന്നും എടുത്തോട്ടോ. ഇത് ചാപ്സ് ഉണ്ടാക്കാനാണ്. അപ്പോൾ നല്ല പീസ് നെയ്യ് വേണ്ട ചേട്ടാ. ഓക്കെ, അതന്നെ ഈ ചേട്ടൻ പറഞ്ഞു കൊടുത്ത് നമുക്ക് തന്നെ ഉണ്ട് കേട്ടോ. ഓക്കെ, 2 കിലോ ചേട്ടാ. കട്ടയുണ്ട് ചേട്ടാ. ഇതിനൊരു പ്രത്യേക സൈസ് കട്ടിങ്ങാണ്, വലിപ്പത്തിന് വ്യത്യാസമുണ്ട്. പിന്നെ എത്രയായി ചേട്ടാ? ഓക്കെ, ചേട്ടൻ്റെ പേരെന്താ ചേട്ടോ? കേട്ടോ? ഓക്കെ, ഞാൻ കേട്ടില്ല ചേട്ടാ പറഞ്ഞത്. അപ്പം നസീരായിട്ടാണ് നമുക്ക് കട്ട് ചെയ്ത് തന്നത്. പറഞ്ഞ പീസ് തന്നെ ആൾ കട്ട് ചെയ്ത് തന്നു കേട്ടോ. ഇനി ബാക്കി നമുക്ക് വീട്ടിൽ വെച്ചിട്ട് കാണാം. ഓക്കെ, അങ്ങനെ ഞങ്ങൾ കട്ട് ചെയ്യാനായിട്ടുള്ള പരിപാടിയിലാണ്. കട്ടിങ്ങിൻ്റെ ജോലി എനിക്ക് തന്നെ കിട്ടി. നല്ലൊരു പണിയായിരുന്നത്. ഓക്കെ, നല്ല പീസായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കുഴപ്പമൊന്നുമില്ലാന്ന് തോന്നുന്നു കണ്ടിട്ട്. ഓക്കെ, ഇതൊരു സാധാരണ ബീഫിലും കുറച്ചും കൂടി വലിപ്പം വേണം ഓരോ പീസിനും. വലിപ്പം ഞാൻ കാണിച്ചു തരാം. കുഴപ്പമില്ല. അപ്പോൾ കട്ടിങ് ഭയങ്കര എക്സ്പീരിയൻസ് ആയാലാണ് ഇങ്ങനെയൊക്കെ വരുന്നത്. ഒന്നും തോന്നരുത്. ചേട്ടൻ ബീഫ് വാങ്ങി തന്നാൽ മതി, മറ്റെല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം ചേട്ടാന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ പ്രിയതമ്മ എന്നോട് പറഞ്ഞത്. ബീഫൊക്കെ വാങ്ങി ഇവിടെ എത്തിയപ്പോണ്ട് കുട്ടീനായിട്ടൊരു പോക്ക് പോയിട്ടാൾ. അല്ലേ നിമ്മോ? എങ്ങനെ നിങ്ങൾക്ക് കിട്ടാറുണ്ട് ഇമ്മാതിരി പണികൾ സ്വന്തം ഭാര്യയുടെ കയ്യിൽ നിന്ന്? നിമ്മൂസേ, ഒരു ചായ തരുമോ? ഇല്ല, ചായ തരില്ല. അതെന്താ? കുഞ്ഞുമോനും മക്കളും ഞാനും കണ്ടിട്ടുണ്ട്. എന്നെ പറ്റിക്കാനല്ലേ, എനിക്കറിയാം. എന്തേ? അതില് കുഞ്ഞുമോൻ ചായ കുടിച്ചിട്ട് ചെന്ന് കിടന്ന് ഉറങ്ങാണ് ചെയ്യണത്. അതേപോലെ ചേട്ടനും ചെയ്യും. എന്നെ പറ്റിക്കാനല്ലേ, ഞാൻ ചായ തരൂല. ഇല്ല, ഞാൻ അങ്ങനൊന്നും ചെയ്യില്ല. എനിക്ക് ഉണ്ണിത്താനെ വിശ്വാസമല്ലേ, അതുകൊണ്ട് ചായ ഇല്ല. ബീഫ് വാങ്ങുന്ന സമയത്ത് നമ്മുടെ ചുള്ളം പറഞ്ഞിരുന്നു കേട്ടോ, ഞാൻ അപ്പനെ സഹായിക്കാൻ വരുമെന്ന്. ഇപ്പം അവനെ കാണാനില്ലല്ലോ. അവനെവിടെ നിമോ? ഞാനിവിടെ ഉണ്ടപ്പാ. അമ്മ എനിക്ക് പണിയാന്നിരിക്കാ വെളുത്തുള്ളി നന്നാക്കാൻ. ചാപ്സ് ഉണ്ടാക്കാൻ വേണ്ട ചേരുവകളായിട്ടാണ് ഇരിക്കുന്നത്. ഇത് മുരിങ്ങയുടെ തോല്, അതായത് മൂത്ത മുരിങ്ങ അതിൻ്റെ തോലാണ് ഇട്ടത്. ഇതിൽ മൂപ്പ് വേണ്ട. പിന്നെ കാന്താരി മുളക്, വേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി. പിന്നെ മസാല ഐറ്റംസിൽ ഇത് കടുക് പരിപ്പ്, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി. ബാക്കി കാര്യങ്ങൾ ഞങ്ങളുടെ കുക്ക് ഞങ്ങളോട് വിശദീകരിക്കുന്നതാണ്. ഒരു കഷ്ണം ഇഞ്ചി നമ്മൾ ചെറുതാക്കി അരിഞ്ഞ് മിക്സിയിലെ ജാറിലേക്ക് ഇടുക, അരച്ചെടുക്കണം.
അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ വെളുത്തുള്ളി അത് നമ്മളിങ്ങനെ നന്നാക്കിയതാണ്. അത് ഇതുപോലെ 2 വെളുത്തുള്ളി എടുത്തതാണ്, നന്നാക്കി എടുത്തത് നമ്മൾ. അത് അരിയണമെന്നില്ല, അത് മിക്സിയിലെ ജാറിലേക്ക് അങ്ങനെ ഇട്ടാൽ മതി. പിന്നെ ചൂരമുളകാണ്, അത് വീട്ടിലുണ്ടായത് കാരണം പഴുത്തത് നമ്മൾ പൊട്ടിച്ചെടുത്തതാണ്, കുറച്ച് മതി. നല്ല എരിവുള്ളതായ വെള്ള ചൂരമുളകാണ്, അപ്പോൾ അത് അതിൽ ഇടുക. അതേപോലെ 4 തണ്ട് വേപ്പിൻ്റെ ഇല അത് നമുക്ക് ഉരിഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടേത് മുരിങ്ങത്തൊലിയാണ്. മുരിങ്ങര മരത്തുമ്പോൾ നമ്മളത് ചെത്തിയെടുക്കണതാണ്. അത് ആ കഷ്ണം ഇടേണ്ട, നമുക്ക് ആവശ്യത്തിനുള്ളത് നമ്മൾ അതുമെന്ന് ചെത്തിയെടുത്തിട്ട് അതും മിക്സിയിലിട്ട് എല്ലാം കൂടി, പിന്നെ പൊടികളും എല്ലാം കൂടി നമുക്ക് അരച്ചെടുക്കണം. മഞ്ഞൾപ്പൊടി ആവശ്യത്തിനിടുക. പിന്നെ നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുക. 1 സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ഇടുന്നത്. എരിവിനനുസരിച്ച് ഞങ്ങൾ പൊടിക്കണതായതുകൊണ്ട് നല്ല എരിവുള്ളതുകൊണ്ടാണ് 1 സ്പൂൺ ഇടുന്നത്. പിന്നെ മല്ലിപ്പൊടി അതും ഞങ്ങൾ പൊടിച്ചെടുക്കുന്നതാണ്, അപ്പോൾ അതുകൊണ്ട് 1 സ്പൂൺ മല്ലിപ്പൊടി. കുരുമുളക് പൊടിയാണ് ഇനി അടുത്തത് ചേർക്കുന്നത്, അത് 1 സ്പൂൺ ചേർക്കാം നമുക്ക്. നമ്മൾ കുരുമുളക് വാങ്ങിച്ച് പൊടിക്കുന്നത് തന്നെയാണ്. പിന്നെ ഗരം മസാല നമ്മൾ എല്ലാ ഏലക്കായ പട്ട ഗ്രാമ്പൂ അതെല്ലാം കൂടി നമ്മൾ വീട്ടിൽ പൊടിച്ചെടുക്കുന്നതാണ്, അപ്പോൾ അത് 1 സ്പൂൺ തന്നെ ചേർക്കാനുള്ളൂ. പിന്നെ കടുകിൻ്റെ പരിപ്പാണ്, കടുക് പരിപ്പ്, അത് നമ്മൾ 1 സ്പൂൺ തന്നെ ഇടാണ്. തരിയും കൂടിയും വേണമെങ്കിൽ ഇത്തിരി കൂടി 1 സ്പൂൺ മതി. പിന്നെ ആവശ്യത്തിന് അരയ്ക്കാനുള്ള വെള്ളം ഒഴിച്ച് നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കുക. നല്ലപോലെ പേസ്റ്റായിട്ട് വരണം നമുക്ക് അരയ്ക്കുമ്പോൾ. അപ്പോൾ ഇനി അരച്ചിട്ട് ഇതായില്ല എന്നുണ്ടെങ്കിൽ ഇത്രയും കൂടിയും വെള്ളം ഒഴിച്ച് നമുക്ക് വീണ്ടും നോക്കിയിട്ട് അടിച്ചെടുക്കാം കേട്ടോ. നമുക്ക് പഠിക്കുകയാണ് മിക്സിയിൽ. പഠിച്ചെടുത്തു. നമുക്കൊന്ന് നോക്കാം വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് അടിക്കണോ എന്ന്, അരഞ്ഞിട്ടുണ്ടോയെന്ന്. അരഞ്ഞിട്ടുണ്ട്. നല്ലപോലെ കുഴമ്പ് പാകം ഇതേപോലെ കുഴമ്പ് പാകം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ, അതേപോലെ ഉപ്പ് ഇതൊക്കെ വേണം. ഇതാണ് നമ്മൾ അരിഞ്ഞ് വെച്ച 1 കിലോൻ്റെ ബീഫാണ്. നമ്മൾ 2 കിലോ ആണ് വാങ്ങിച്ചത്, പക്ഷേ 1 കിലോ എടുത്തിട്ടുള്ളൂ. അത് ഇതേപോലെ ചേട്ടനെ കൊണ്ട് നമ്മൾ കട്ട് ചെയ്യിച്ച് നമ്മൾ എടുത്തതാണ്. അതിൽ നമ്മൾ മസാലകളൊക്കെ മിക്സാക്കി എടുക്കാം. ചട്ടിയിലേക്ക് നമ്മൾ ചെയ്യണ ചട്ടിയിലേക്കാണ് നമ്മൾ ഇടുന്നത്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. പിന്നെ മസാല നമ്മൾ ചെയ്ത് വെച്ച നമ്മൾ അരച്ചെടുത്ത എല്ലാ ഇതാക്കിയിട്ടുള്ള മസാല നല്ലപോലെ അരച്ച് ഇതെടുത്തതാണ്, അത് നമുക്കതിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് നമ്മുടെ ആവശ്യത്തിന്, ചിലർക്ക് കൂടുതൽ വേണ്ടി വരും, ചിലർക്ക് കുറവ് വേണ്ടി വരും. അപ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ട് ഇടാട്ടെ. ഞാൻ 1 സ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് മിക്സാക്കുക എല്ലാം കൂടി, വെളിച്ചെണ്ണയും മസാലയും ഒക്കെ നമുക്ക് ഉപ്പൊക്കെ കൂടിയിട്ട് നമ്മുടെ ഇതിൽ ഇങ്ങനെ മിക്സായി വരണം. നല്ലപോലെ മിക്സായി ഉണ്ടാക്കി, നല്ലപോലെ മിക്സായി ഇതേപോലെ വരണം. നല്ല മണം കേട്ടോ. നമ്മളിത് മസാലയും ഇതൊക്കെ വെളിച്ചെണ്ണ ഇതൊക്കെ ഇതായിട്ട് നല്ല സ്മെല്ലാണ് ഇവിടെയൊക്കെ. ഓരോരുത്തരും വായിൽ വെള്ളം പിടിച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കൈ കഴുകി, അതായത് നമ്മുടെ കൈമലത്തെ മസാല ഒന്ന് ജസ്റ്റ് ഇതാക്കാൻ വേണ്ടിയിട്ട് വിനാഗിരി ഞാൻ കയ്യിൽ ഒഴിച്ചിട്ടാണ് ഈ ചട്ടിയിലേക്ക് ഒഴിക്കുന്നത്. അപ്പം എൻ്റെ കൈമലത്തെ മസാലയും ആ ചട്ടിയിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ പരുവത്തിലാണ് നമുക്ക് മസാല എടുക്കേണ്ടത്. എന്നിട്ട് നമുക്കിത് അടുപ്പ് കത്തിച്ച് ഗ്യാസിലേക്ക് വയ്ക്കാം. എന്നിട്ട് ആദ്യം മൂടി വെച്ച് നല്ല തള വരുന്നത് വരെ മൂടി വയ്ക്കുക. തിളച്ച് കഴിഞ്ഞ് നല്ലപോലെ ഇളക്കി തീ സിമ്മിലിട്ട് കൊടുക്കുക. നല്ലപോലെ ഇളക്കുക. നല്ല മണം വരുന്നുണ്ട്. മൂടി വയ്ക്കുക. ചെറിയ തീയിലിട്ടിട്ട് വേണ്ട ഇളക്കാനായിട്ട്. ഇപ്പോൾ തിളച്ചു, എണ്ണയ്ക്ക് ഇങ്ങനെ മേലേക്ക് തെളിഞ്ഞു. ബീഫിൽ തന്നെ നമുക്ക് വെള്ളം ഉണ്ടാവും അറിയാമല്ലോ, വേവിക്കുമ്പോൾ വെള്ളം ഉണ്ടാവും. അപ്പോൾ ആ വെള്ളം ഒക്കെ വെറ്റി വരുമ്പോൾ ബീഫ് വെന്ത് വരും. മൂടി വെച്ച് വേവിക്കുക.
വീണ്ടും വീണ്ടും നമ്മൾ തുറന്ന് ഇളക്കാണ്, അതല്ലാന്നുണ്ടെങ്കിൽ അടിയെ പിടിക്കും ഇങ്ങനെ വറ്റി വരുമ്പോൾ. അപ്പോൾ നമ്മൾ വറ്റുന്നതിനനുസരിച്ച് ഇളക്കി കൊടുക്കും വേണം. ഇതാ വെറ്റി വന്നു. വീണ്ടും ഒന്ന് മൂടി വെച്ച് നമുക്ക് വേവിക്കാം. അപ്പോഴേക്കും നല്ല ഇതിൽ വെറ്റി നല്ല പാകമായിട്ട് വരും. അപ്പോഴേക്കും നമ്മുടെ അമ്മണിക്കുഞ്ഞ് വാശി പിടിച്ചു, അവൾ എൻ്റെ കയ്യിലേക്ക് ചാടി. അവളെയും കൈ പിടിച്ചിട്ടാണ് ചെയ്യണത്. ഈ പരിവാണ് നല്ല ഇതിൽ. അത് ഒന്നും കൂടി നമുക്ക് വറ്റിക്കഴിഞ്ഞാൽ ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്തെടുക്കാം. ഒരു കുഴമ്പ് കണ്ട ഈ ഇതിൽ കുറേ നാൾ ഇരിക്കട്ടോ ഇതിങ്ങനെ ആക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ. നമുക്ക് ആവശ്യത്തിന് 1 വർഷം 2 വർഷമൊക്കെ എടുത്ത് ഉപയോഗിച്ചാൽ മതി. ഈ പരിവമാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ, അതേപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. നനവില്ലാത്ത പാത്രത്തിലേക്ക് വേണം നമ്മൾ പകർത്തി എടുത്ത് വെക്കാനായിട്ട്. അത് തുടച്ച് നല്ലൊരു തുണി കൊണ്ട് തുടച്ച് പാത്രത്തിലേക്ക് മാറ്റി കുറച്ച് ദിവസമൊക്കെ നമുക്ക് നമ്മുടെ ബീഫിൻ്റെ ചപ്സ് ഇരിക്കും. ഒരാഴ്ചയൊക്കെ നമുക്ക് കേടുവരാണ്ട് സൂക്ഷിച്ചെടുത്ത് വയ്ക്കാനൊക്കെ പറ്റും. പിന്നെ ചപ്പാത്തിയുടെ കൂടെ, വെള്ളയപ്പത്തിൻ്റെ കൂടെ, ചോറിൻ്റെ കൂടെയൊക്കെ നമുക്ക് നന്നായി കഴിക്കാം. എനിക്കിഷ്ടം ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. നല്ല ടേസ്റ്റാണ് ചോറ്. ഇതിൻ്റെ ഒരു കഷ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സൂപ്പറായിട്ട് കഴിക്കാം. പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം വരികയാണ്. നല്ല ബീഫ് വാങ്ങിക്കുമ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ചാപ്സ് ടേസ്റ്റ് ചെയ്യാനായിട്ട് അപ്പിമോന് കട്ട വെയിറ്റിംഗ് ആണ്. ഇതെൻ്റെ ഫസ്റ്റ് കുക്കിംഗ് വീഡിയോ ആണ്. നിങ്ങളെല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ. ഞങ്ങളപ്പോൾ ചാപ്സ് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ, എങ്ങനെയുണ്ട് നോക്കട്ടെ കേട്ടോ. ചാപ്സ് ചൂട് ചോറിനൊപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാട്ടാ. ഒപ്പം അതിൻ്റെ ഒപ്പം വല്ല എന്താ പറയുക ചാറായിട്ട്. ഇപ്പം എനിക്കുള്ളത് ഇന്നലത്തെ മീൻ ചാറാണ്. അതും കൂട്ടി ഒരു പിടുത്തം പിടിച്ചാൽ തന്നെ അറിയാമല്ലോ അതിൻ്റെ ടേസ്റ്റ്. അതിൻ്റെ ഒപ്പം ഈ ചാപ്സും കൂടി കിട്ടിക്കഴിഞ്ഞാൽ പറയണ്ട, നല്ല ടേസ്റ്റാട്ടാ. ഒന്ന് കഴിച്ച് നോക്കട്ടെ. വാവ്, സൂപ്പർ, പൊളിച്ചു.